നമസ്കാരം. മാളവിക ജയറാമിന്റെ വിവാഹ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. ഗുരുവായൂർ വെച്ചുള്ള വിവാഹവും തൃശൂർ പാലക്കാടും വെച്ചുള്ള റിസപ്ഷനും എല്ലാം സമൂഹത്തെ പ്രമുഖരാണ് പങ്കെടുക്കാനെത്തിയത്. ആർഭാടം നിറഞ്ഞു കവിഞ്ഞ ചടങ്ങുകളോടെയാണ് നടൻ ജയറാം മകൾ മാളവികയുടെ വിവാഹ ചടങ്ങുകൾ നടത്തിയത്. മകന്റെയും മകളുടെയും വിവാഹം ഒരേ വർഷം തന്നെ നടത്താൻ പ്ലാനിട്ട ജയറാമും പാർവതിയും ആദ്യം മകളുടെ വിവാഹ ചടങ്ങുകൾ സംഘടിപ്പിക്കുകയായിരുന്നു. നവനീത് ഗിരീഷാണ് മാളവികയുടെ ഭർത്താവ്. ഗുരുവായൂർ അമ്പലനടയിൽ ലളിതമായ ചടങ്ങിലായിരുന്നു താലികെട്ട്. എന്തായാലും വിവാഹശേഷം താരപുത്രി നാടുവിട്ടു എന്ന് മനസ്സിലാക്കാം. ഭർത്താവ് നവനീത് ജോലിയെടുക്കുന്ന നാട്ടിലാണ് മാളവിക ഇപ്പോഴുള്ളത്. പ്രമുഖ എയർവേസ് സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനാണ് നവനീത് ഗിരീഷ്. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലാണ് ജോലിയുള്ളത്. മാളവികയും ഭർത്താവിനൊപ്പം ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഇപ്പോഴും വിവാഹത്തിന്റെ വിശേഷങ്ങൾ ഓരോന്നും പതിയെ പതിയെ വരുന്നതേ ഉള്ളൂ. ഭർത്താവിനൊപ്പം വിദേശത്ത് സെറ്റിൽഡ് ആയതോടെ ഗൃഹാതുരത്വം മാളവികയെ പിടികൂടി തുടങ്ങി. നല്ല നാടൻ ഭക്ഷണം കഴിക്കാൻ കൊതിക്കുകയാണിപ്പോൾ മാളവിക. എന്നാൽ UK-യിൽ അതിന് പറ്റിയ ഇടം കണ്ടെത്താൻ മാളവികയ്ക്ക് സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് ഭർത്താവിനൊപ്പം കടൽ കടന്ന മാളവിക ജയറാം നേരിടുന്ന പുതിയ പ്രശ്നവും. വർഷങ്ങളായി UK-യിൽ താമസിക്കുന്നതിനാൽ നവനീതിന് ഇതൊക്കെ ശീലമായിട്ടുണ്ടാകും. എന്നാൽ മാളവികയ്ക്ക് പാശ്ചാത്യ ഭക്ഷണ രീതിയും രുചിയും വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ മടുത്തുവെന്നാണ് താരത്തിന്റെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്നും വ്യക്തമാകുന്നത്. മാഞ്ചസ്റ്ററിൽ ഒരു നല്ല സൗത്ത് ഇന്ത്യൻ ക്ലൗഡ് കിച്ചനോ റെസ്റ്റോറന്റോ ഉണ്ടെങ്കിൽ നിർദ്ദേശിക്കൂ എന്നാണ് മാളവിക മാഞ്ചസ്റ്ററിലെ മലയാളികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രസമുള്ള നാടൻ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം താരപുത്രിക്ക് അതിയായി ഉള്ളതായി മാളവികയുടെ കുറിപ്പിൽ വ്യക്തമാണ്. തനിക്ക് വേണ്ടി മാത്രമല്ല ഭർത്താവ് നവനീതിനും കൂടി വേണ്ടിയാണ് മാളവികയുടെ പോസ്റ്റ് എന്നും കുറിപ്പിൽ വ്യക്തമാണ്. കാരണം രണ്ടുപേരുടെയും പേരിന്റെ ആദ്യ അക്ഷരം ചേർത്ത് വെച്ചാണ് മാളവിക പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങളോളം വിശ്രമമില്ലാതെയാണ് മാളവികയുടെയും നവനീതിന്റെയും ദിവസങ്ങൾ കടന്നുപോയത്. 3 വിവാഹശേഷമുള്ള സ്വീകരണ പരിപാടികൾ അരങ്ങേറി. എല്ലായിടങ്ങളിലും താരങ്ങൾ നിറഞ്ഞു നിന്നു. എല്ലാ തിരക്കുകളും ഒഴിഞ്ഞപാടെ ജയറാമും പാർവതിയും മകളെയും മരുമകനെയും അവരുടെ വീട്ടിലേക്ക് ആഘോഷപൂർവ്വം സ്വീകരിച്ചു. മാളവിക വളർന്നു വലുതായ ചെന്നൈയിലെ വീട് മുഴുവനും ദീപാലങ്കൃതമാക്കിയാണ് അച്ഛനമ്മമാർ വധൂവരന്മാരെ സ്വീകരിച്ചത്. സ്വദേശം പാലക്കാട്ടെ നെന്മാറയാണെങ്കിലും നവനീത് ഗിരീഷ് കേരളത്തിൽ വളർന്ന തനി മലയാളി യുവാവല്ല. മലയാള ഭാഷ പോലും നവനീതിന് അത്ര തിട്ടമില്ല. വിദേശത്താണ് പഠിച്ചതും വളർന്നതും ജോലി ചെയ്യുന്നതുമെല്ലാം. സിനിമയുമായി ബന്ധമില്ലാത്ത മേഖലയിലാണ് ജയറാമിന്റെ പുത്രി മാളവിക ശ്രദ്ധ നൽകിയത്. ഇടയ്ക്ക് കുറച്ചുകാലം മോഡലിംഗ് മേഖലയിലും മാളവിക സജീവമായിരുന്നു. അച്ഛന്റെ ഒപ്പം ജ്വല്ലറി പരസ്യത്തിൽ മാളവിക മോഡലായി എത്തിയിരുന്നു. ഇനി കരിയറായി തിരഞ്ഞെടുക്കുക എന്താകുമെന്ന് എവിടെയും പറഞ്ഞിരുന്നില്ല. തീർത്തും പരമ്പരാഗത ശൈലിയിലാണ് മാളവികയുടെ താലികെട്ട് ചടങ്ങ് നടന്നത്. അച്ഛനെ മടിയിലിരുത്തിയ മകളെ വരൻ താലികെട്ടുകയായിരുന്നു. അച്ഛൻ ജയറാമിന്റെ കുടുംബ പാരമ്പര്യം അനുസരിച്ച് തമിഴ് ബ്രാഹ്മണ ആചാരപ്രകാരമായിരുന്നു മാളവികയുടെ വേഷധാരണം. നവനീതിന്റെ നാടായ പാലക്കാട് ഉൾപ്പെടെ 3 വിവാഹ പാർട്ടി നടന്നു. ഒട്ടനവധി താരങ്ങളുടെ സാന്നിധ്യത്താൽ സമ്പൂർണ്ണമായിരുന്നു വിവാഹം.